കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്ത്യയുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിൽ വാഷിങ്ടണിൽ താമസിച്ചുകൊണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഓരോ രീതിയിലും ഓരോ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടക്കുകയാണ്. കാരണം ഈ കാര്യത്തിൽ ട്രംപ് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ടീമിന് ഇന്ത്യയിലെ ഇവിടുത്തെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പല ഇഷ്യൂസ് ഉണ്ട്. ഒന്നാമത് ഇവിടുത്തെ ഇപ്പോൾ കാർ മാനുഫാക്ചർ, ഇപ്പോൾ ടെസ്ലയ്ക്ക് ഇന്ത്യയിലോട്ട് വരണം, അതേപോലെ അമേരിക്കൻ കമ്പനിക്ക് ഇന്ത്യയിലോട്ട് വരണം. അപ്പോൾ ട്രംപ് പറയുന്നത് സീറോ ടാക്സാണ് പറയുന്നത്, ഇന്ത്യ ടാക്സ് ഏർപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ ഇന്ത്യയിലെ ഈ ഹൈ എൻഡ് കാറുകൾ, അതായത് SUV, കുറച്ച് വില കൂടിയ കാറുകൾ, അതിൻ്റെ സെഗ്മെൻറ്റ് അതായത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ റൂറൽ സിറ്റികളിലാണ്. അത് പൂർണ്ണമായിട്ടും ഇല്ലാതെ അമേരിക്കൻ കാറുകൾ എല്ലാവരും അങ്ങ് മേടിക്കും. കാരണം ഈ കാറ് കമ്പനികൾ മഹേന്ദ്ര ആണെങ്കിലും മാരുതി ആണെങ്കിലും ജപ്പാൻ്റെ ടയോട്ട, ഇതും മറ്റുള്ള ഈ കമ്പനികളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ 30-40% ചൈനയിൽ നിന്ന് മറ്റുള്ളത് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയാണ്. ഇപ്പം ജപ്പാൻ്റെ കമ്പനികളുടെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ മറ്റുള്ള സാധനങ്ങളൊക്കെ, പക്ഷേ ഇവിടെയാണ് അസംബിൾ ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ട്രംപ് ആവശ്യപ്പെടുന്നത് പൂർണ്ണമായിട്ടും അമേരിക്കൻ കാറ് ഇവിടെ മാനുഫാക്ചർ അവിടെ നേരെ കൊണ്ടുവന്ന് നടക്കും. എന്നാൽ മാത്രമേ അമേരിക്കയ്ക്ക് അതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ.